ഇത് നല്ലൊരു ഇതാണ്. അങ്ങനെ നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബർ ആയതിന്റെ സന്തോഷമാണ് ഈ കാണുന്നത് കേട്ടോ. എനിക്ക് സർപ്രൈസ് ആയിട്ട് നാത്തു കേക്ക് അറേഞ്ച് ചെയ്തു. ഹസ്ബൻഡും നാത്തും കൂടി ഈ ഒരു സർപ്രൈസ് തരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സത്യം പറഞ്ഞ 1K സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്കൊരു സർപ്രൈസ് ആണ്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി 1K സബ്സ്ക്രൈബേഴ്സ്. ഉള്ളിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. താങ്ക് യു ഗൈസ് ഫോർ സബ്സ്ക്രൈബിങ് മീ. അപ്പൊ ഇത്രയും സന്തോഷമായ സ്ഥിതിക്ക് ഇന്ന് പുറത്തുനിന്ന് ഫുഡ് ആക്കാന്ന് വിചാരിച്ച് പുറത്തേക്ക് പോകാനുള്ള ഒരുക്കാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം 1K അടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അതിപ്പോൾ നടന്നു. ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അറിയായിരിക്കും അതിൻ്റെ പിന്നിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത്. വീഡിയോ എടുക്കുക, വീഡിയോ എഡിറ്റ് ചെയ്യുക, അതിന് കറക്റ്റായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യുക, അത് അപ്ലോഡ് ചെയ്യുക, പിന്നെ അപ്ലോഡ് ചെയ്തിട്ട് വ്യൂവേഴ്സൊക്കെ കുറയുമ്പോഴുള്ള ഒരു ടെൻഷനും. ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടാതാകുമ്പോൾ അതിലേറെ വിഷമമുണ്ടാവും. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ ഇതൊക്കെ നിർത്തി പരിപാടി അവസാനിപ്പിച്ചാലോ എന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷേ ഗൈസ്, നിർത്തരുത്. നമുക്ക് വേണ്ടത് ക്ഷമയാണ്. അങ്ങനെ എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലക ഏകദേശം 2 വർഷം കൊണ്ടാണ് തീർന്നത്. 2 വർഷം എടുത്തു എനിക്ക് 1K സബ്സ്ക്രൈബർ അടിക്കാൻ. നമ്മുടെ കുഞ്ഞിടമ്പലിൻ്റെ ഒരു വീഡിയോ ആട്ടോ എനിക്ക് പെട്ടെന്ന് 1K അടിക്കാൻ കാരണമായത്. അപ്പോൾ ഗൈസ്, എല്ലാവരോടും താങ്ക്സ്. എനിക്ക് ആദ്യം തന്നെ താങ്ക്സ് പറയാനുള്ള എൻ്റെ ദൈവത്തിനോടാട്ടോ. കാരണം എൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്ന ദൈവത്തോടായിരിക്കും. ദൈവം എനിക്കത് നടത്തി തരാറുമുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നടന്നു കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുന്ന ആളാട്ടോ ഞാൻ. അപ്പോൾ ഈ കാര്യം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ദൈവം എന്നെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് 1K അടിച്ചത്. അതുപോലെ എൻ്റെ ഹസ്ബൻഡ്, അമ്മ, ചേട്ടൻ, എൻ്റെ നാത്തൂന്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ കൊളീഗ്സ്, എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയ്ക്കും നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന് ഒരുപാട് താങ്ക്സ്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് പൂക്കുടുംബാടം മലബാർ റെസ്റ്റോറൻറ്റിലാട്ടോ. അവിടെ നല്ല അടിപൊളി മലായി ചിക്കൻ ടിക്കയും ഫ്രൈഡ് റൈസും പൊറോട്ടയും ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. ഈ ഒരു ദിവസം ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ എനിക്കിനി പറയാനുള്ളത് പുതിയ യൂട്യൂബേഴ്സിനോടാണ്. ഒരു വിധത്തിലും വിഷമിക്കേണ്ട. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല എന്ന് ഓർത്തിട്ടോ അല്ലെങ്കിൽ ചാനൽ വ്യൂവേഴ്സ് ആവുന്നില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും വിഷമിക്കേണ്ട. വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. ഒരു ദിവസം എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ദ ബേസ് ഓഫ് ദ യൂട്യൂബ് നമുക്ക് 1K അടിച്ചിരിക്കും. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട്. നമ്മളൊന്ന് എന്ത് ചെയ്താൽ മതി, വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി. അത് നമ്മുടെ ഒപ്പം എത്തും. പിന്നെ ആഗ്രഹത്തിനും നമുക്കും ഒരുമിച്ച് മുന്നോട്ട് പോവാം. അപ്പോൾ താങ്ക് യു ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്.